എപ്പോഴും പറയും ആളുകൾക്ക് ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ട് മാത്രമല്ല, ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും വിജയിക്കാത്തതിന് കാരണം ആഗ്രഹത്തിനെ സാധൂകരിക്കാനുള്ള സ്ട്രാറ്റജിയും ടൂൾസും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. എപ്പോഴും പറയുന്നത് രണ്ട് എക്സ്പാൻഷനാണ് ലോകത്തുള്ളത്. ഒന്ന് മെന്റൽ എക്സ്പാൻഷൻ, രണ്ട് ഫിസിക്കൽ എക്സ്പാൻഷൻ. എനിക്ക് വലിയൊരു കാർ വേണം, കാർ ഒരു ഫിസിക്കലാണ്. എനിക്കൊരു വലിയൊരു വീട് വേണം, വീട് ഫിസിക്കലാണ്. ഇപ്പൊ ഇല്ല, അത് ഉണ്ടാക്കണം, എക്സ്പാൻഷൻ. പക്ഷെ എല്ലാ ഫിസിക്കൽ എക്സ്പാൻഷനും ഉണ്ടാകുന്നത് മെന്റൽ എക്സ്പാൻഷനിൽ. ചരിത്രം, ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം സക്സസിന് അച്ഛൻ, അമ്മ, കുടുംബം, പാരമ്പര്യം, ജാതി, മതം ഇതൊന്നൊരു പ്രശ്നമേ അല്ല എന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനോട്, നിങ്ങളുടെ ചുറ്റിയുള്ളതിനോട് നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ച. നമസ്കാരം സർ. നമസ്കാരം സർ, നമുക്കിന്ന് സ്വപ്നങ്ങളെ പറ്റി സംസാരിക്കാം. ഡ്രീംസ് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ ഡ്രീംസുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളത്. പക്ഷേ ആളുകളുടെ ഇടയിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഡ്രീംസ് ഇല്ലാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ. വലിയ ഡ്രീംസ് ഇല്ല, ഇനി വലിയ ഡ്രീംസ് ഉള്ളവർ തന്നെയാണെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു കാര്യം ഉണ്ടാവും. അപ്പൊ അതിനെ രണ്ടിനെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ എന്ന്. വലിയ ഡ്രീംസ് ഇല്ലാത്ത ആളുകളാണ് കുറെ പേര് നമ്മൾ കാണുന്നത്. ഈ വലിയ ഡ്രീംസ് എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മളെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ. വളരെ ഈ ലോകത്ത് നോക്കിക്കോളൂ, ഈ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നവരെല്ലാം വലിയ സ്വപ്നങ്ങൾ കണ്ടവരാണ്. ഈ വലിയ സ്വപ്നങ്ങൾ ഉള്ളതാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ഒരു ലൈഫായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി പറഞ്ഞാൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് വലിയതായി സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ്. ഈ ഇങ്ങനെ അന്നത്തെ അവസ്ഥയിൽ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലഘട്ടമാണ്. എന്നാലും ഒരു കാറ് വാങ്ങണം, ഞങ്ങളുടെ ജംഗ്ഷനിൽ ആ കാറിട്ട് നിൽക്കണം, ഇതൊക്കെ അന്നേ അപേക്ഷിച്ച് വലിയൊരു സംഭവമാണ്. ഇത് എന്നെ ഭയങ്കരമായി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. ഞാൻ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയാം. പിന്നീട് എൻ്റെ ലൈഫിൽ ഒരു കാലഘട്ടത്തിന് ശേഷം ഞാൻ കുറച്ച് സ്ലോ ആകുന്ന പോലെ എനിക്ക് തോന്നി. എന്താ കാര്യം ചോദിച്ചാൽ, ഞാൻ അന്ന് കണ്ട സ്വപ്നങ്ങൾ പലതും ഞാൻ നടപ്പാക്കി. ഞാൻ കാറ് വാങ്ങിച്ചു, ഞാൻ വീട് വാങ്ങിച്ചു, അങ്ങനെ പലതും നടപ്പാക്കി. അപ്പം എനിക്ക് തോന്നി എവിടെയോ ഒരു പഴയ ഡ്രൈവ് എവിടെയോ കുറവ്. അതിന് കാരണം എന്താ ചോദിച്ചാൽ, അതിനേക്കാൾ വലിയൊരു സ്വപ്നം ഞാൻ നെയ്യുന്നതിൽ കുറച്ച് വൈകിപ്പോയി എന്നെനിക്ക് തോന്നി. ചെറിയ ഗ്യാപ്പേ ഉണ്ടായുള്ളൂ, പക്ഷെ എനിക്ക് ആ തിരിച്ചറിവ് എന്നെ ഭയങ്കരമായിട്ട്. അപ്പം ഞാൻ എപ്പോഴും പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്. അവിടെ വെച്ചാണ് എനിക്കൊരു വലിയ തിരിച്ചറിവുണ്ട്. ലോകത്ത് 3 തരം ആളുകളാണ് ഉള്ളത്. ഒന്ന്, യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നവർ. അവരെപ്പോഴും അവരുടെ പരാതികളും വിഷമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ജനിച്ചത് പാവപ്പെട്ട കുടുംബത്തിലാണ്, എനിക്ക് ഇതൊക്കെ ഒരു ജോലിയില്ല, ഇങ്ങനെ പോണു, കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്നു, അങ്ങനെയൊക്കെയാണ്. അവർ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നവരാണ്. രണ്ടാമത്തെ ഒരു കൂട്ടരുണ്ട് സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവർ. അങ്ങനത്തെ ചില ആളുകളെയും കണ്ടിട്ടുണ്ട്. അവരെപ്പോഴും വലിയ വലിയ കാര്യങ്ങളാണ് പറയുക. എനിക്കൊരു വിമാനം വാങ്ങണം, എനിക്കൊരു റോൾസ് റോയ്സ് വാങ്ങണം. ചായ കുടിക്കാൻ കാശുണ്ടാവില്ല, എന്നാലും അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയും. സ്വപ്നങ്ങളിൽ ജീവിക്കുന്നവർ. എൻ്റെ ഒരു തിരിച്ചറിവ്, ഇവർ രണ്ടുപേരും ജീവിതത്തിൽ ഒന്നും ആയിട്ടില്ല എന്നതാണ്. അപ്പം മൂന്നാമത്തെ കൂട്ടർ ആരാണ്? ഈ മൂന്നാമത്തെ കൂട്ടർ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒരു സ്വപ്നത്തിലേക്ക് അവർ കണ്ടിട്ടുണ്ടാവും. ആ സ്വപ്നത്തിലേക്ക് ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് വിട്ടിട്ടും ഉണ്ടാകും. അതായത് ഈ സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് എപ്പോഴും ഒരു പാലം പണിതുകൊണ്ടേയിരിക്കും. അവർ ഈ യാഥാർത്ഥ്യത്തിൽ നിന്ന് ഈ സ്വപ്നത്തിലേക്ക് ഒരു പാലം പണിത്, ആ പാലം പണിയാണ് ഇവരുടെ നിരന്തരമായ ജോലി. ഏറ്റവും രസകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ ഇങ്ങനെ പാലം പണിത് ഇപ്പൊ ഇവരുടെ യാഥാർത്ഥ്യമാണിത്. ഇവരിങ്ങനെ പാലം പണിത് ഇവർ ഈ സ്വപ്നത്തിലെത്തിയെന്ന് കരുതിക്കൊള്ളൂ. ഇപ്പൊ ഇവർക്കൊരു തിരിച്ചറിവുണ്ടായി. എന്താണ്? ഈ സ്വപ്നം ഇപ്പോ ഇവരുടെ യാഥാർത്ഥ്യമായി മാറും. അപ്പൊ ഇവർക്ക് യാഥാർത്ഥ്യത്തിൽ ജീവിക്കാൻ പറ്റില്ല. അവർ ഇമ്മീഡിയറ്റ് ആയിട്ട് തൊട്ടപ്പുറത്ത് വേറൊരു സ്വപ്നം ഉണ്ടാക്കും, എന്നിട്ട് തിരികെ ഇവിടെ നിന്ന് അതിലേക്ക് പാലം പണി. അപ്പൊ ഇവർ ഒരിക്കലും യാഥാർത്ഥ്യത്തിൽ ജീവിക്കൂല, സ്വപ്നത്തിൽ ജീവിക്കൂല. ഇതിന്റെ ഇൻബിറ്റ്വീൻ ആണ് ഇവരുടെ ജീവിതം. ഇവർ ഈ സ്വപ്നത്തിലെത്തിയ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പാലം പണി തുടങ്ങും. എൻ്റെ ജീവിതത്തിൽ എൻ്റെ തിരിച്ചറിവ് എനിക്കുണ്ടായത് അവിടെയാണ്. ഞാൻ ഇങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് സ്വപ്നത്തിലേക്ക് ഒരു പാലം പണി തുടങ്ങി. ഈ സ്വപ്നത്തിലെത്തിയപ്പോൾ ഞാനൊന്ന് റിലാക്സ് ചെയ്തു.
ആ ഒരു ചെറിയ ഗ്യാപ്പേ ഉണ്ടായുള്ളൂ അത്. പക്ഷെ അത് എനിക്ക് തന്നൊരു തിരിച്ചറിവ്, മധു നീ ഇപ്പൊ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുകയാണ്, യെസ്. അതൊരു ക്വാളിറ്റി അല്ല എന്ന തിരിച്ചറിവിൽ നിന്ന് നമ്മൾ പെട്ടെന്ന് അടുത്തൊരു, അപ്പൊ ഇതൊരു നിരന്തരമായ ഒരു യാത്രയാണ്. നമ്മളിപ്പോ ഒരു സ്വപ്നം കണ്ടാലും അതിലെത്തിച്ചേർന്നാൽ നെക്സ്റ്റ് വേറെ ഒരു കാര്യം കണ്ടെത്തി പോകാനായിരിക്കും ഈ കൂട്ടർക്ക് താല്പര്യം. അവരങ്ങനെ ചെയ്യൂ. അവരുടെ ഒരു സ്ഥലത്ത് അവർക്ക് അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. നിങ്ങളത് നിങ്ങൾക്ക് പരിചയമുള്ള, എനിക്ക് പരിചയമുള്ള ഹൈലി സക്സസ്ഫുൾ ആയ ആളുകൾക്കെല്ലാം ഇത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ മൂന്നാമത്തെ കാറ്റഗറിനെ പറ്റി ഞാൻ ഇപ്പോഴാണ് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ഈ ഇങ്ങനെ ഒരു കൂട്ടർ കൂടി ഉണ്ട്. സ്വപ്നം കാണാൻ നമ്മൾ പറയും, സ്വപ്നം കണ്ടോളൂ, പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രോസസ്സ് ചെയ്തു പോകുമ്പോഴാണ് സക്സസ്ഫുൾ ആകുന്നത് എന്നുള്ളൊരു കാര്യം. കൃഷ്ണ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരവാദമാണ്. അതായത് പലർക്കും സ്വപ്നമില്ല എന്ന് പറഞ്ഞു ആദ്യം. രണ്ടാമത്തെ കാര്യം, സ്വപ്നം ഉണ്ടായിട്ടും ആളുകൾ സക്സസ് ആവാത്ത എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവർ ഈ സ്വപ്നം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലാതെ ഈ റിയാലിറ്റിയിൽ നിന്ന് ഈ സ്വപ്നത്തിലേക്ക് ഒരു പാലം പണി എളുപ്പമല്ല കേട്ടോ. പാലം പണി ഭയങ്കര ടഫാണ്. ആ പാലം പണിയിൽ പണി കൂടുതൽ എടുക്കണം, ഒരു പ്ലാനിങ് വേണം, ഡെസ്റ്റിനേഷൻ വേണം, എവിടെ നിന്നാ തുടങ്ങണേന്ന് വേണം, ഇത് തമ്മിലുള്ള പോകുന്ന വഴി എന്താണ്, റിസോഴ്സുകൾ സംഘടിപ്പിക്കണം ഈ പാലം പണിയാൻ. അതെല്ലാം ഭയങ്കര എഫേർട്ടാണ്. അത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഒന്നില്ലെങ്കിൽ യാഥാർത്ഥ്യത്തിൽ ജീവിച്ചുകൊണ്ട് നിങ്ങളുടെ പണ്ടപ്പരുപ്പും പരാതിയും പറയും, അല്ലെങ്കിൽ സ്വപ്നത്തിൽ ജീവിച്ചുകൊണ്ട് നാട്ടുകാരുടെ കാശ് കൊണ്ട് പുട്ടടിച്ച് ജീവിക്കും. ഇതിനിടയ്ക്ക് ഉള്ള ആളുകളാണ് ലൈഫിൽ സക്സസ് ആവാത്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ നേരിട്ട് എൻ്റെ ലൈഫിൽ വന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡ്രീം സെറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഞാൻ ജനിച്ചത് വളരെ പാവപ്പെട്ട കുടുംബത്തിലാണ്. അപ്പോൾ പിന്നീട് എനിക്ക് കാറും വീടൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പോൾ ഒരു സംതൃപ്തി വന്നു, സാറ്റിസ്ഫാക്ഷൻ ജീവിതത്തിൽ അനിവാര്യമാണ്. പക്ഷേ വളർച്ചയ്ക്ക് തടസ്സമായ ഒരു സാറ്റിസ്ഫാക്ഷൻ അപകടമാണ്. വളർച്ച പ്രകൃതി നിയമമാണ്. നിങ്ങൾ വളരുന്നില്ലെങ്കിൽ നിങ്ങൾ പ്രകൃതി വിരുദ്ധമാണ് എന്നാണ് അർത്ഥം. ഒരു മരം വളരണം, മനുഷ്യൻ വളരണം എന്നതാണ്. അപ്പോൾ സ്റ്റക്കായപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു മാർഗം എന്താ പറയുക, എന്തുകൊണ്ടാണ് നമ്മൾ അവിടെ വെച്ച് തീർന്നു പോയത് എന്ന് ചോദിച്ചാൽ, ആ യാഥാർത്ഥ്യത്തിൽ, അതായത് എൻ്റെ സ്വപ്നം ഇപ്പൊ യാഥാർത്ഥ്യമായില്ലോ, ഞാൻ അവിടെ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവിടെ എൻ്റെ കൂടെ ജീവിക്കുന്നവരെല്ലാം ആ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നവരാണ്, അവരുടെ യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്നവരാണ് എല്ലാവരും അവരങ്ങനെ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ കൂടുമ്പോൾ ഞാൻ ഭയങ്കര സംതൃപ്തനാണ്. എന്നേക്കാൾ വലിയൊരു യാഥാർത്ഥ്യത്തിൽ ജീവിക്കുന്ന ആളുകളെ ഞാൻ കണ്ടില്ല, എനിക്ക് കണക്ഷൻ ഇല്ല. അപ്പൊ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണ് എന്ന് പറയുന്നതിന് ഞാൻ പറയുന്നത്, ഇതുപോലെ വലിയ സ്വപ്നങ്ങൾക്ക് പാലം പണിയുന്ന ആളുകളുമായി ബന്ധമുണ്ടാക്കുക. അപ്പൊ നിങ്ങൾ പണിയുന്നതിനേക്കാൾ വലിയ പാലങ്ങളാണ് അവർ പണിയുന്നത്, നമ്മൾ അവരുടെ കൂട്ടത്തില്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനത്തെ ഒരു വലിയ ഡ്രീമിലേക്ക് ആളുകൾക്ക് പോകാനൊരു പേടി ഉണ്ടാവുക? ഞാൻ എപ്പോഴും പറയുന്നത് 2 എക്സ്പാൻഷനാണ് ലോകത്തുള്ളത്. ഒന്ന് മെന്റൽ എക്സ്പാൻഷൻ, 2 ഫിസിക്കൽ എക്സ്പാൻഷൻ. എനിക്ക് വലിയൊരു കാറ് വേണം, കാർ ഒരു ഫിസിക്കലാണ്. എനിക്കൊരു വലിയൊരു വീട് വേണം, വീട് ഫിസിക്കലാണ്. ഇപ്പൊ ഇല്ല, അത് ഉണ്ടാക്കണം, എക്സ്പാൻഷൻ. പക്ഷെ എല്ലാ ഫിസിക്കൽ എക്സ്പാൻഷനും ഉണ്ടാകുന്നത് മെന്റൽ എക്സ്പാൻഷനിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു സാധനം, അപ്പോൾ ആളുകൾ മെന്റൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്താറില്ല. വലിയ കാര്യങ്ങൾ ചിന്തിക്കുക, വലിയ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളെ പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുന്നത് ഒരു ആർത്തിയാണ്, ഇല്ലെങ്കിൽ ഇതൊരു അഹങ്കാരമാണ്. അങ്ങനെയല്ല. നമ്മുടെ മൈൻഡിനെ ഒന്ന് വലുതാക്കാൻ വേണ്ടി വലിയ വാതിലിലൂടെ വലിയ കാര്യങ്ങൾ കടക്കും. മനസ്സൊരു വാതിലാണ്. അപ്പോൾ അതിനെ വലുതാക്കണം. അതിനെ വലുതാക്കാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരാണെന്ന് ശ്രദ്ധിക്കുക. ജീവിതത്തിൽ എപ്പോഴും പണ്ടപ്പരിപ്പും പരാതിയും ജീവൻ ദുരിതമാണ് എന്ന് പറയുന്ന ആളുകളുടെ കൂടെയാണ് നിങ്ങൾ ഇടപെടുന്നതെങ്കിൽ നിങ്ങളുടെ മെന്റൽ എക്സ്പാൻഷനും ആ ലെവലിലാണ്. ഞാൻ എൻ്റെ ഇടപെടൽ, എൻ്റെ കണക്ഷൻസ്
ഞാൻ ഇടപെടുന്ന ആളുകളെല്ലാം എന്നേക്കാൾ വലിയ മെൻ്റൽ എക്സ്പാൻഷൻ ഉള്ളവരാണ് ബഹുഭൂരിപക്ഷം ആളുകൾ. അപ്പോൾ അവരുമായിട്ടുള്ള ഇടപെടലിലാണ് ഞാൻ ഇങ്ങനെ വികസിക്കുന്നത്. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന പോലെ Absolutely correct. നമ്മൾ സ്വപ്നങ്ങളിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മൾ ഇമോഷണലാണ്. ഓരോ സ്വപ്നങ്ങളും നമുക്ക് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അറ്റാച്ച്മെന്റ് ഉള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അതിന് വേണ്ടി സ്ട്രാറ്റജിക്കലി സർ നേരത്തെ പറഞ്ഞ പോലെ പ്ലാൻ ചെയ്യാനായിട്ട് നമ്മൾ മെനക്കെടാറില്ല. അപ്പം അത് ആക്ച്വലി വലിയ ഡ്രീംസ് ഉണ്ടെങ്കിലും നമുക്കത് കിട്ടാതെ പോകുന്നതിനുള്ള റീസൺ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? എമോഷനും ലോജിക്കൽ ചിന്തയും ബാലൻസ് ചെയ്യപ്പെടണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യാഥാർത്ഥ്യത്തിൽ നിൽക്കുന്ന എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എനിക്ക് എമോഷണലാണ്. ഞാൻ ആ അവസ്ഥയിലെത്തുക എന്നൊക്കെ പറയുന്നത് എന്നെ അപേക്ഷിച്ച് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. അത് വേണം. ഒരു എമോഷണൽ ഉന്തൽ, ആവേശം ആ ഡ്രീമിനോട് എനിക്ക് വേണം. പക്ഷേ ആ എമോഷൻ മാത്രമായി ഇരിക്കുന്നവരാണ് ആ സ്വപ്നത്തിൽ മാത്രം ജീവിക്കുന്നവർ. ശരിയാണ്. ആ എമോഷനിലേക്ക് എത്തിപ്പെടാൻ യുക്തിപരമായ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നാളെ ഞാൻ വിമാനം വാങ്ങുമെന്ന് സ്വപ്നം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ മുകളിലേക്ക് നോക്കി കിടന്നിട്ട് വിമാനത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ വിമാനത്തിൽ എത്തിപ്പെടാൻ, അവിടേക്ക് എത്തിപ്പെടാൻ വേണ്ട കാര്യങ്ങൾ എന്താണ്, അതിന് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള റിസോഴ്സ് എന്താണ്, അവിടെ എത്തിപ്പെടാൻ വേണ്ട എന്ത് കാര്യങ്ങൾ വേണം, അത് യുക്തിപരമായ ചിന്തയാണ്. അപ്പം ഇത് രണ്ടിനെയും മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകൾ ഉറപ്പായി ആ ഒരു എമോഷണൽ സാധനത്തിലുള്ള ഒരു ഉന്തൽ, അതാണ് മോട്ടിവേഷൻ. അതിൻ്റെ ഒപ്പം തന്നെ യുക്തിപരമായ ചിന്തകളിലൂടെ ഒരു സ്ട്രാറ്റജി, നിങ്ങൾ നേരത്തെ ഉപയോഗിച്ച പോലെ ഒരു സ്ട്രാറ്റജി. എപ്പോഴും പറയും, ആളുകൾക്ക് ആഗ്രഹങ്ങളില്ലാത്തത് കൊണ്ട് മാത്രമല്ല, ആഗ്രഹങ്ങൾ ഉണ്ടായിട്ടും വിജയിക്കാത്തതിന് കാരണം ആഗ്രഹത്തിനെ സാധൂകരിക്കാനുള്ള സ്ട്രാറ്റജിയും ടൂൾസും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നതാണ്. അപ്പം അത് രണ്ടും ഉണ്ടെങ്കിൽ എനിബഡി ക്യാൻ റീച്ച് എനിവേർ എന്നതാണ് സത്യം. ഇതിനോട് കൂട്ടിയോജിപ്പിച്ച് ഞാൻ പറയും, ഓരോ ഡ്രീംസിനും ഒരു പ്രൈസ് ഉണ്ട്. പ്രൈസ് എന്ന് പറയുമ്പോൾ വിലയല്ല, നമ്മൾ അതിലിടുന്ന ടൈം, എഫേർട്ട്, ഇതെല്ലാം അതിൻ്റെ ഒരു വിലയാണ്. പലപ്പോഴും ആളുകളെ സംബന്ധിച്ച് ഡ്രീംസ് ഉണ്ടാവും, പക്ഷെ അവർക്ക് പലതും സാക്രിഫൈസ് ചെയ്യാനും ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനും പറ്റില്ല. അപ്പൊ അതൊരു കാര്യമല്ലേ? ശരി, അബ്സല്യൂട്ട്ലി കറക്റ്റ്. നിങ്ങൾക്ക് ഏത് ഫോണാണ് വേണ്ടത്? അപ്പോൾ ആളുകൾ പലരും പറയും, സാർ എനിക്ക് ഐഫോൺ വേണം. നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഐഫോൺ അല്ല, നിങ്ങൾക്ക് ഐഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ട്, എന്നിട്ട് എന്താണ് ഐഫോൺ വാങ്ങാത്തത്? അപ്പോൾ അവർ പറയും, സാർ ഐഫോൺ വാങ്ങാനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. അത് നിങ്ങളെ പഠിപ്പിക്കുന്ന പാഠം എന്താ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാധനം വാങ്ങാൻ അതിൻ്റേതായ ഒരു വില കൊടുക്കണം. 1,50,000 രൂപയുള്ള ഐഫോൺ 30,000 രൂപ കയ്യിൽ വെച്ചിട്ട് എനിക്ക് അവനത് തന്നില്ല എന്ന് പറയുന്നത് പാപമാണ്. നിങ്ങൾക്ക് 1,50,000 ഐഫോൺ കിട്ടാത്തതിന് കാരണം നിങ്ങളുടെ കയ്യിൽ 30,000 ഉള്ളൂ എന്ന തിരിച്ചറിവാണ്. അപ്പം നിങ്ങൾക്ക് 1,50,000 ഐഫോൺ ആഗ്രഹിക്കാം, പക്ഷെ അതിനുള്ള വില നിങ്ങൾ കൊടുക്കണം. അതുപോലെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് സ്വപ്നങ്ങളും എന്തും ആഗ്രഹിക്കാം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് വില കൊടുക്കുന്നു, എന്ത് എഫേർട്ട് ഇടുന്നു, എന്ത് നിങ്ങൾ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിക്കലും വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ചിലത് നമ്മൾ സ്വീകരിക്കുമ്പോൾ ചിലത് നമ്മൾ ഉപേക്ഷിക്കാൻ ബാധ്യസ്ഥരാകും. കൂടുതൽ വർക്ക് ചെയ്യേണ്ട സമയത്ത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ഉദാഹരണം, 2020-30 സ്പേസിൻ്റെ നമ്മളൊരു വലിയ മിഷൻ സെറ്റ് ചെയ്തു. ഇത് 2023 ഡിസംബറിലാണ് ചർച്ച ചെയ്തത്. അപ്പം ഞാൻ അവിടെ വെച്ച് പറഞ്ഞു, 2024 ജനുവരി 1 തൊട്ട് 2030 ഡിസംബർ 31 വരെ ഞാൻ നോൺ വെജ് നിർത്തുന്നു എന്ന് പറഞ്ഞു, ഈ മിഷൻ 2030 വേണ്ടിയിട്ട്. പലരും ചോദിച്ചു അതെന്തിനാണ് ചെയ്യുന്നത്? എല്ലാ ദിവസവും മിനിമം 3 തവണയെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകും. 3 തവണയും നമ്മളൊരു സാധനത്തിനെ നോ എന്ന് പറയുകയാണ്. നമ്മുടെ മുമ്പിൽ വെച്ചേക്കുന്ന ചിക്കൻ, ഫിഷ്, ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ അതിനോട് നോ പറയാണ്. എന്തിന് നോ പറയും? ഒരു വലിയ ലക്ഷ്യത്തിന് വേണ്ടി ചില സാധനങ്ങൾ നമ്മളെ ഓരോ തവണയും ഡെയിലി 3 തവണ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ നോ പറയുന്നതിന് പിന്നിൽ ഒരു വലിയ സാധനമുണ്ട്. ഇതുപോലെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുക, ഉപേക്ഷിക്കുക എന്നല്ല, അതിനെ ത്യജിക്കുക എന്ന അർത്ഥത്തിൽ. അപ്പം അങ്ങനെ ഒന്നും ത്യജിക്കപ്പെടാതെ
ഒന്നും നേടാൻ ബുദ്ധിമുട്ടാണ്. അതായത് ഒരു റിസൾട്ടിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട സ്ഥലത്ത് സാക്രിഫൈസ് ചെയ്യണം. നമ്മുടെ നാട്ടിൽ എപ്പോഴും ആളുകൾക്ക് വലിയ വലിയ സാധനങ്ങൾ വേണം, അതിന് വേണ്ട വില കൊടുക്കാൻ തയ്യാറല്ല. അതുകൊണ്ടാണ് അവർക്കത് കിട്ടാത്തത്. നിങ്ങൾ എന്തും ആഗ്രഹിക്കാം, അതിനുള്ള വില കൊടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ കൂടെ വരൂ. നേരത്തെ ഒരു ഒരുക്കത്തിനെ പറ്റി പറഞ്ഞില്ലേ, നമ്മുടെ ഗോളിൽ നിന്ന് നമ്മൾ സക്സസിലേക്ക് പോകുമ്പോൾ ഒരു പ്രിപ്പറേഷൻ. പലപ്പോഴും ഡ്രീംസ് നമുക്ക് മോട്ടിവേഷൻ തരും, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള സിസ്റ്റംസ് നമ്മൾ ബിൽഡ് ചെയ്യില്ല. ലൈക്ക് നമ്മുടെ റൂട്ടീൻസ് ആയിരിക്കാം, നമ്മുടെ ഷെഡ്യൂളുകളായിരിക്കാം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ. അത് ആക്ച്വലി പ്രിപ്പയർഡ് ആവുമ്പോൾ തന്നെ നമ്മൾ അതിന് വേണ്ടി ഒരു മനസ്സിൽ നമ്മളത് കൊണ്ടുവരില്ലേ? അതെ, അതിനെ വേണമെങ്കിൽ ഡിസിപ്ലിൻ എന്ന് പറയാം. ഒരു ഗോള് അച്ചീവ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവിടെ നിന്ന് ഇവിടേക്ക് പോകണം. ഇവിടെ നിന്ന് ഇവിടേക്ക് പോകുന്ന വഴിയിൽ പാലിക്കപ്പെടേണ്ട ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിനെയാണ് സിസ്റ്റം, പ്രോസസ് എന്നൊക്കെ പറയുന്നത്. അതായത് ക്രമപ്രകാരം എന്ന് പറയുന്ന സാധനം. അപ്പൊ യാത്രയിൽ ആ ഡിസിപ്ലിൻ ആണ് നമ്മളെവിടെ എത്തിക്കുന്നത്. ഇത് ആദ്യം ചെയ്യണം, ഇത് രണ്ടാമത് ചെയ്യണം. ലോകത്തെ എല്ലാ കാര്യത്തിലും അതുണ്ട്. ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പോലും ഒരു ക്രമമുണ്ട്, ചോറ് വെക്കുന്നതിനൊരു ക്രമമുണ്ട്. ആദ്യം അരിയിട്ടതിന് ശേഷമല്ല വെള്ളം ഒഴിക്കുക. അപ്പൊ അതുപോലെ ഒരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിൻ ചെയ്യാൻ കഴിയുന്നില്ല. ആളുകളുടെ ഒരു തെറ്റിദ്ധാരണ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുക എന്നതാണോ? വളരെ തെറ്റായൊരു ധാരണയാണ്. ഞാനെപ്പോഴും പറയും ഡിസിപ്ലിനാണ് സ്വാതന്ത്ര്യം. ഡിസിപ്ലിൻഡായി ജീവിക്കുമ്പോൾ ഭയങ്കര സ്വാതന്ത്ര്യമാണ് നമുക്ക്. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു സിസ്റ്റം, അതാണ് നേരത്തെ പറഞ്ഞ പോലെ എനിക്കൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നത്തേക്ക് രാവിലെ നേരത്തെ എണീക്കണം, ഡെയിലി 1 മണിക്കൂർ വായിക്കണം, എൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ വേണ്ടി 1/2 മണിക്കൂർ ഞാൻ എക്സസൈസ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇത് വേണം. ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പേരുണ്ടാവുമല്ലോ, വലിയ സ്വപ്നങ്ങൾ ഇല്ലാത്തവരുണ്ടാവും, വലിയ സ്വപ്നങ്ങളുമായി നടക്കുന്നവരുണ്ടാവും. ഇവരോട് സാറിന് ഫൈനലായിട്ട് എന്താണ് പറയാനുള്ളത്? 2 കാര്യങ്ങൾ ചെയ്യാനുള്ളൂ. ഒന്ന്, വലിയ വലിയ ചിന്താഗതിയുള്ള ആളുകളുമായി കൂട്ടുകൂടുക. അവർ നിങ്ങളുടെ മനസ്സ് വലുതാക്കും, നിങ്ങൾ വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും. 2, വലിയ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ വലിയ കാര്യങ്ങൾക്ക് വേണ്ട വില എന്താണെന്ന് തിരിച്ചറിയുക. അതിനുവേണ്ടി നിരന്തരമായി നിങ്ങളെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പണിയെടുത്തുകൊണ്ടിരിക്കുക. ചരിത്രം, ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം, സക്സസിന് അച്ഛൻ, അമ്മ, കുടുംബം, പാരമ്പര്യം, ജാതി, മതം ഇതൊന്നൊരു പ്രശ്നമേ അല്ല എന്നും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനോട്, നിങ്ങളുടെ ചുറ്റിയുള്ളതിനോട് നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നുവോ അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച. അതുകൊണ്ട് ഇതിൽ എക്സ്ക്യൂസുകൾ പറയുന്നത് സത്യത്തിൽ നമ്മൾ അവഹേളിക്കുന്ന തുല്യമാണ്. എക്സ്ക്യൂസുകൾക്കപ്പുറത്ത് ജീവിതത്തിനെ സുന്ദരമായി കാണുന്നവർക്ക് എന്തും സാധ്യമാണ്. ഒത്തിരി ഹാപ്പി ആയിട്ടുള്ളൊരു ടോക്കായിരുന്നു. കാരണം ഇത് സാറിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുക എന്ന് പറയുമ്പോൾ സാർ ഒരു സ്ട്രഗിളിലൂടെ കയറി വന്ന് ഒരു പൊസിഷനിൽ എത്തിയ ഒരാളാണ്. അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്രയും കൺവിൻസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമ്മൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു കൃഷ്ണ.